യേശുവിൻ വാഗ്ദാനമേ പാവനാത്മനേ, ജീവൻ നൽകുന്ന ചൈതന്യമേ പരിശുദ്ധാത്മാവേ. യേശുവിൻ വാഗ്ദാനമേ പാവനാത്മനേ, ജീവൻ നൽകുന്ന ചൈതന്യമേ പരിശുദ്ധാത്മാവേ. ആത്മാവേ എന്നിൽ നിറയണമേ, ആത്മാവേ എന്നിൽ നിറയണമേ, അഭിഷേകത്തിൻ നിറവായി മാറ്റണമേ, അഭിഷേകത്തിൻ നിറവായി മാറ്റണമേ. തിരുവചനങ്ങൾ നമ്മുടെ ജീവിതപാതയ്ക്ക് വെളിച്ചം നൽകുന്നു. ക്രിസ്തു ഭൂമിയിൽ ദൈവരാജ്യം സ്ഥാപിച്ചത് സുവിശേഷ പ്രഘോഷണത്തിലൂടെയാണ്. സജീവവും ഊർജ്ജസ്വലവുമായ തിരുവചനത്തിന്റെ ശക്തി നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാവുന്ന പ്രതികൂല സാഹചര്യങ്ങളെ നേരിടുവാൻ നമ്മെ സഹായിക്കുന്നു. ക്രിസ്തുവിന്റെ മാംസവും രക്തവുമായ ആ തിരുവചനങ്ങളുടെ ശക്തിയിൽ ക്രൈസ്തവരായി നമുക്ക് ഓരോരുത്തർക്കും വളരാം. ഇന്ന് നമുക്കായി സന്ദേശം നൽകുന്നത് കാരീസ് ഭവനിലെ അനീഷ് മുണ്ട്യാനിക്കലച്ചനാണ്. ഒരു വ്യക്തിയുടെ ജീവിതസാക്ഷ്യം കേട്ടുകൊണ്ട് ഇന്നത്തെ വചന ശുശ്രൂഷയിലേക്ക് നമുക്ക് പ്രവേശിക്കാം. ദൈവം നമ്മെ സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ. ഷൈമ, ഇതെൻ്റെ ഹസ്ബൻഡ് ജോമോൻ. ഞങ്ങൾ ചങ്ങനാശ്ശേരി മാമൂട് ഇടവകയിൽ നിന്നാണ് വരുന്നത്. ഞങ്ങളുടെ വിവാഹം കഴിഞ്ഞിട്ട് 10 വർഷമായി. ഞങ്ങൾക്ക് കുട്ടികളില്ലായിരുന്നു. ഒരു ഇൻഫെർട്ടിലിറ്റി ലെവലിൻ്റെ ഏറ്റവും അധികം ട്രീറ്റ്മെൻറ്റ് എന്താണോ ആ ലെവൽ വരെ ഞങ്ങൾ പോയിരുന്നു. അങ്ങനെ ആകെ നിരാശരായിരിക്കുന്ന സമയത്താണ് ഞങ്ങളുടെ ചേട്ടനും ചേട്ടത്തിയും വന്ന് ഇവിടെ ധ്യാനം കൂടുകയും ഞങ്ങളെ ആ ധ്യാനത്തിലേക്ക് പറഞ്ഞു വിടുകയും ചെയ്തു. അങ്ങനെ ഞങ്ങൾ അച്ഛനും അമ്മയും ഞങ്ങൾ സമേതം എല്ലാവരും വന്ന് ധ്യാനം കൂടി. അങ്ങനെ സെപ്റ്റംബർ 17, 2017 ഞങ്ങൾ ധ്യാനം കൂടിയത്. പിറ്റേ മാസം തന്നെ ഞാൻ കൺസീവായി. ജൂൺ 28 ഞങ്ങൾക്കൊരു മകനെ നൽകി ഈശോ അനുഗ്രഹിച്ചു. ഈശോയ്ക്ക് 1000 നന്ദിയും സ്തുതിയും അർപ്പിക്കുന്നു. ഈശോയുടെ സ്നേഹം നിറഞ്ഞ ക്ഷേമ ഇസ്രായേലിൻ്റെ പ്രേക്ഷകരെ, നിങ്ങൾക്കെല്ലാവർക്കും ക്രിസ്മസിൻ്റെ എല്ലാവിധ മംഗളങ്ങളും സ്നേഹത്തോടെ ആശംസിക്കുന്നു. ഒരിക്കൽ കൂടി നമ്മുടെ ജീവിതത്തിലേക്ക് ക്രിസ്തുവിൻ്റെ ജനനത്തെ അനുസ്മരിപ്പിച്ചുകൊണ്ടുള്ള ക്രിസ്മസ് കടന്നു വരികയാണ്. ഓരോ വർഷവും ക്രിസ്മസിലൂടെ കടന്നു പോകുമ്പോൾ ഒത്തിരിയേറെ ആഘോഷങ്ങളിലും ആഹ്ലാദങ്ങളിലുമൊക്കെ നമ്മൾ ഏർപ്പെടാറുണ്ട്. ഈ ക്രിസ്മസും ആഘോഷത്തിൻ്റെയും ആഹ്ലാദത്തിൻ്റെയും വേളയായി മാറട്ടെ എന്ന് പ്രത്യേകമായി പ്രാർത്ഥിക്കുന്നു. ഇന്ന് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമുക്ക് നൽകുന്ന വചന സന്ദേശം ക്രിസ്മസുമായി ബന്ധപ്പെട്ടതാണ്. ആദ്യത്തെ ക്രിസ്മസ് നമുക്കറിയാം ബത്ലഹേമിലാണ് നടന്നത്. ഈശോ ജനിച്ച സ്ഥലം എല്ലാവർക്കും സുപരിചിതമായ സ്ഥലമാണ് ബത്ലഹേം. ദാവീദിൻ്റെ പട്ടണം എന്നറിയപ്പെടുന്ന ബത്ലഹേം യൂദയായിലെ നഗരങ്ങളിൽ, പട്ടണങ്ങളിൽ ഒട്ടും താഴെയല്ല. കാരണം ബത്ലഹേമിലാണ് ദാവീദ് ജനിച്ചത്. ജസയുടെ ഭവനം നിലനിൽക്കുന്ന സ്ഥലമാണ് ഈ ബത്ലഹേം. നൂറ്റാണ്ടുകൾക്ക് ശേഷം ദാവീദിൻ്റെ വംശത്തിൽ പിറക്കാനിരിക്കുന്നവൻ വരാനിരുന്ന സ്ഥലം ഈ ബത്ലഹേം ആകാമെന്ന് യഹൂദന്മാർ പലപ്പോഴും വിശ്വസിച്ചിരുന്നു, കരുതിയിരുന്നു. ഈശോ ജനിക്കാൻ പോകുന്ന സ്ഥലം, അല്ലെങ്കിൽ രക്ഷകൻ ജനിക്കുവാനായിട്ട് പോകുന്ന സ്ഥലം ബത്ലഹേം തന്നെ ആയിരിക്കാമെന്ന് ഒരുപക്ഷെ അവർ ഊഹിച്ചിരുന്നിരിക്കാം. എങ്കിലും ആ കൃത്യസമയമായപ്പോൾ രക്ഷകനെ വരവേൽക്കുവാനോ സ്വീകരിക്കുവാനോ യഹൂദജനത്തിന് സാധിക്കാതെ പോയി എന്നുള്ളത് ഒരുപക്ഷെ അവരുടെ ജീവിതത്തിലേറ്റ ഏറ്റവും വലിയ പരാജയമായിട്ട് നമുക്ക് കണക്കാക്കാം. അതിന് പല കാരണങ്ങളുണ്ട്. ഈശോ ജനിക്കുന്നത് ബത്ലഹേമിലാണെങ്കിലും
അവിടെ എത്തിച്ചേർന്നതിന് കാരണം അതൊരു ആകസ്മിക സംഭവമായിരുന്നു. ഒരുപക്ഷെ നമ്മൾ പരിശോധിക്കുമ്പോൾ കണക്കെടുക്കുവാനായി യോസേപ്പും കന്യകാമറിയവും ബത്ലഹേമിലേക്ക്, ദാവീദിൻ്റെ പട്ടണത്തിലേക്ക് കണക്ക് അവരുടെ പേരെഴുതിക്കുവാനായിട്ട് അവർ പോയി അവിടെ സത്രം അന്വേഷിച്ചു. അവർക്ക് ഭവനമൊന്നും കിട്ടിയില്ല. അപ്പോൾ മറിയത്തിന് പ്രസവ വേദന ഉണ്ടായി. പ്രസവ സമയം അടുത്ത് കണ്ട ഒരു പുൽത്തൊഴുത്തിൽ കുഞ്ഞിന് ജന്മം നൽകി. പിള്ളക്കച്ച കൊണ്ട് പൊതിഞ്ഞ് ആ കുഞ്ഞിനെ തണുപ്പിൽ നിന്നും അസ്വസ്ഥതകളിൽ നിന്നുമൊക്കെ മാറ്റി അവിടെ സുരക്ഷിതമാക്കി വസിച്ചു. പ്രിയപ്പെട്ടവരെ, ദൈവം തിരഞ്ഞെടുത്ത സ്ഥലം വളരെ പ്രാധാന്യമുള്ളതാണ്. കാലിത്തൊഴുത്തെന്ന് പറയുന്നത് ഒരു യഹൂദനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ ജീവിതവുമായി വളരെ അഭേദ്യമായ ബന്ധമുള്ളൊരു കാര്യമാണ്. കാലിത്തൊഴുത്തെന്ന് പറയുന്നത് ആടിനെയും പശുക്കളെയും ഒക്കെ മേയിക്കുകയും അങ്ങനെ ഈ അജപാലകന്മാരായി നടക്കുന്ന ഭൂരിഭാഗം യഹൂദരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ജീവിതത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം തന്നെയാണ്. അവിടെ തന്നെയാണ് ദൈവം തൻ്റെ ഏകജാതനെ പിറക്കുവാനായി തിരഞ്ഞെടുക്കുന്നത്. നമുക്കറിയാം, കാലിത്തൊഴുത്തിൽ സാധാരണയായി ഉണ്ടാവുക കന്നുകാലികളും അവരെ പരിചരിക്കുന്ന ആട്ടിടയന്മാരും അല്ലെങ്കിൽ ഇടയബാലന്മാരും ഇടയന്മാരുമായിരിക്കും. സമൂഹത്തിലെ ഏറ്റവും അധികം അവഗണിക്കപ്പെട്ടവരെന്നും ഒന്നുമില്ലാത്തവരെന്നും ഏറ്റവും അധകൃതരെന്നുമൊക്കെ അറിയപ്പെടുന്ന ഈ ആട്ടിടയന്മാരുടെ നടുവിലേക്കാണ് ഉണ്ണിമിശിഹ പിറന്നു വീഴുന്നത്. അതും മൃഗത്തിൻ്റെ തൊഴുത്തിൽ, മനുഷ്യൻ്റെ ഹൃദയത്തിൽ വസിക്കാനിരിക്കുന്നവൻ, മനുഷ്യഹൃദയങ്ങളെ ദൈവത്തിലേക്ക് ഉയർത്തേണ്ടവൻ, മനുഷ്യഹൃദയങ്ങൾക്ക് ഇത്രയേറെ വലിയ സ്ഥാനവും സ്നേഹവും ഇത്രമാത്രം അനുഗ്രഹങ്ങളും ഒക്കെ നൽകി കടന്നുപോയ യേശു തമ്പുരാന് ജനിക്കുവാനായി ലഭിച്ചത് വെറും കാലിത്തൊഴുത്ത് മാത്രമാണ്, മൃഗങ്ങളുടെ ഇടയിലുള്ള സ്ഥാനം മാത്രമാണെന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. പ്രിയപ്പെട്ടവരെ, ഈ ആദ്യത്തെ ക്രിസ്മസിൽ ആദ്യമായി ഈ സന്ദേശം എത്തിച്ചേരുന്നത് നമുക്കറിയാം ആട്ടിടയന്മാരുടെ അടുത്തേക്ക് തന്നെയാണ്. രാത്രിയിൽ കാവൽ കിടന്നിരുന്ന ആട്ടിടയന്മാരുടെ അടുക്കലേക്ക് ദൈവദൂതന്മാർ കടന്നു വരികയാണ്. ആ ദൈവദൂതന്മാർ അവർക്ക് കൊടുക്കുന്ന സന്ദേശം വളരെ പ്രധാനപ്പെട്ടതാണ്. ദൂതൻ അവരോട് പറഞ്ഞു, ഭയപ്പെടേണ്ട, ഇതാ സകല ജനത്തിനും വേണ്ടിയുള്ള വലിയ സന്തോഷത്തിൻ്റെ സദ്വാർത്ത ഞാൻ നിങ്ങളെ അറിയിക്കുന്നു. ദാവീദിൻ്റെ പട്ടണത്തിൽ നിങ്ങൾക്കായി ഒരു രക്ഷകൻ, കർത്താവായ ക്രിസ്തു ഇന്ന് ജനിച്ചിരിക്കുന്നു. യേശു പിറന്ന ദിവസം തന്നെ അവർക്ക് നൽകിയിട്ടുന്ന സന്ദേശം ഇതാണ്, ഭയപ്പെടേണ്ട. ഇതാണ് ആദ്യത്തെ സന്ദേശം. പ്രിയപ്പെട്ടവരെ, ക്രിസ്തുവിൻ്റെ ജീവിതവുമായി ബന്ധപ്പെടുത്തി നമ്മൾ പരിശോധിച്ചാൽ നമുക്ക് കാണാൻ സാധിക്കും, ജീവിതത്തിൽ ഭയത്തിൻ്റെയും അവഗണനയുടെയും കുറ്റപ്പെടുത്തലിൻ്റെയും ഒറ്റപ്പെടുത്തലിൻ്റെയും ഒക്കെ മേഖലകളിലൂടെ കടന്നുപോയ അനേകർക്ക് ആശ്വാസവും അനേകർക്ക് ശരണവും ആശ്രയവുമായി തീർന്നവനാണ് യേശു. സമൂഹത്തിൽ ആരും വേണ്ട എന്ന് അവഗണിക്കപ്പെട്ടിരുന്നവരെ ചേർത്ത് പിടിച്ചവനും എല്ലാവരും മാറ്റി നിർത്തപ്പെട്ട മുക്കുവന്മാരെ തൻ്റെ ശിഷ്യന്മാരാക്കി മാറ്റുകയും പാപികളെയും പാപിനികളെയും സ്നേഹിക്കുകയും അവരെ ചേർത്ത് പിടിക്കുകയും ചെയ്തവനാണ് കർത്താവ്. പ്രിയപ്പെട്ട ഒരു സമൂഹത്തിൻ്റെ ഭയപ്പാടിൻ്റെ മേഖലകളിലൂടെ കടന്നു പോകുന്ന ഓരോരുത്തർക്കുമുള്ള ആശ്രയമാണ് യേശു എന്ന രക്ഷകൻ എന്നുള്ള വലിയ സദ്വാർത്തയാണ് ഈശോയുടെ ജനന തിരുനാൾ നമുക്ക് നൽകുന്നത്. ഇന്ന് സമൂഹത്തിൽ, നമ്മുടെ നാട്ടിൽ, നമ്മുടെ സമൂഹത്തിൽ ഏറ്റവും കൂടുതൽ അവഗണിക്കപ്പെട്ടവർ അല്ലെങ്കിൽ ഉപേക്ഷിക്കപ്പെട്ടവർ, ഏറ്റവും കൂടുതൽ മാറ്റി നിർത്തപ്പെട്ടവർ, അന്ധകാരത്തിൻ്റെ നിഴലിലൂടെ കടന്നു പോകുന്നവർ, ഇരുട്ടിൻ്റെ താഴ്വരകളിലൂടെ കടന്നു പോകുന്നവർ, മുന്നോട്ട് പ്രതീക്ഷയ്ക്ക് വകയില്ലാത്തവർ, അവർക്കുള്ള ആശ്രയമാണ് ഒരുപക്ഷെ യേശു എന്ന ഏകരക്ഷകൻ്റെ ജനനം. ഭയപ്പെടേണ്ട എന്നുള്ള സന്ദേശമാണ് മാലാഖമാർ, ദൂതന്മാർ ഈ ആട്ടിടയന്മാർക്ക് ആദ്യമായി നൽകുന്നത്. കാരണം അവർ ആ വലിയ പ്രകാശം കണ്ട് അവർ ഭയപ്പെട്ടിരുന്നു. ഒരുപക്ഷെ എന്താണെന്ന് അവർ ഒരുപക്ഷെ ചിന്തിച്ചിട്ടുണ്ടാവും. ഒരുപക്ഷെ ആട്ടിടയന്മാർ ഇങ്ങനെ ചിന്തിക്കാം, ഈ ആടുകളെ പിടിച്ചുകൊണ്ട് പോകാമെന്ന ഏതെങ്കിലും തരത്തിലുള്ള കള്ളന്മാരോ അല്ലെങ്കിൽ തങ്ങളെ അന്വേഷിച്ച് വന്നവരോ, അതായത് രാത്രിയിലാണ് ഈ സംഭവം നടക്കുന്നതെങ്കിൽ ഒരു പ്രകാശം കാണുമ്പോൾ കാണുന്ന ഭയമൊക്കെ അവരുടെ ഉള്ളിലുണ്ടായിരുന്നു. എന്താണ് സംഭവിക്കാമോ എന്നുള്ള ഭയം. ഒപ്പം ഓരോ ആട്ടിടയനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ ആടുകൾ അവന് ജീവന് തുല്യമാണ്. ജീവന് തുല്യമായ ആടുകളുടെ സംരക്ഷണമാണ് അവരേറ്റെടുത്തിരിക്കുന്നത്. അതിനെ ജീവൻ കൊടുത്തും സ്നേഹിക്കുക എന്നുള്ള ഒരു നല്ലിടയൻ്റെ ഒരു വലിയ കർമ്മം അവർ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇങ്ങനൊരു സംഭവം ഉണ്ടായപ്പോൾ അവർ ഭയപ്പെട്ടു. അല്ലെങ്കിൽ തന്നെ ഭയത്തിൻ്റെ വഴികളിലൂടെ പോകുന്നവരാണ് ഓരോ ആട്ടിടയനും. ഓരോ ദിവസവും എന്തും സംഭവിക്കാം. ഇത്രമാത്രം ആടുകളെയുമായി മുന്നോട്ട് പോകുമ്പോൾ ജീവിതത്തിൽ അപകടങ്ങളുണ്ടാവാം, അസ്വസ്ഥതകളുണ്ടാവാം.
അവയൊക്കെ നേരിടാനുള്ള വലിയ ശക്തിയും കരുത്തും വേണം. അതുകൊണ്ട് എപ്പോഴും ഒരു ഉൾഭയത്തോടെ ജീവിക്കുന്നവരാണ് ആട്ടിടയന്മാർ. പ്രിയപ്പെട്ടവരെ, നമ്മൾ സംസാരിക്കുമ്പോൾ മാതാപിതാക്കൾ, മക്കളെക്കുറിച്ച് ഓർത്ത് ഭയപ്പാടുള്ള മാതാപിതാക്കളുണ്ട്. അവർ പോയ വഴികളെക്കുറിച്ച് ഓർത്തുള്ള ഭയമുള്ളവരുണ്ട്. അവർ പോകുന്ന വഴികളെക്കുറിച്ച് ഓർത്ത് ഭയമുള്ളവരുണ്ട്. അങ്ങനെ ഒരുപാട് ഭയത്തിൻ്റെ വഴികളിലൂടെ കടന്നു പോകുന്നവർക്ക് കർത്താവ് സദ്വാർത്ത നൽകേണ്ട. ഭയപ്പെടേണ്ട, കർത്താവിൻ്റെ സാന്നിധ്യം നിങ്ങളുടെ കൂടെ ഉണ്ടെങ്കിൽ ഭയപ്പെടേണ്ട, ദൈവത്തിൽ ആശ്രയിക്കുക. ഭയപ്പാടുള്ളവർക്കുള്ള സന്ദേശമാണ്, ലോകത്ത് ഭയമുള്ളവർക്കുള്ള സന്ദേശമാണ് സ്വർഗം നൽകുന്ന ആദ്യത്തെ സന്ദേശം. ഈ മിശിഹ ജനിക്കുമ്പോൾ ലഭിക്കുന്ന ആദ്യത്തെ സന്ദേശം. ഈ ഭയപ്പെടേണ്ട എന്നുള്ള സന്ദേശം നമുക്ക് ഹൃദയത്തിൽ ഏറ്റെടുക്കാം. ഇന്ന് ലോകത്ത് ഒരുപാട് ഭയങ്ങളിലൂടെ കടന്നു പോകുന്ന ഒത്തിരിയേറെ ആളുകളുണ്ട്. നാളെയെക്കുറിച്ച് ഓർത്ത് ഭയപ്പെടുന്നവർ, കഴിഞ്ഞുപോയ കാലത്ത് ചെയ്തുകൾ അവ ഉപേക്ഷിച്ചിട്ടും ആ വഴികളിലേക്ക് തിരിച്ചു പോകാൻ ആഗ്രഹിക്കാതെ വിശുദ്ധമായ വഴിയിലൂടെ നടന്നിട്ടും കഴിഞ്ഞുപോയ കാലത്തെക്കുറിച്ച് ഓർത്ത് ഭയപ്പെടുന്നവരുണ്ട്. ഈ ഭയപ്പാടുകൾ വേണ്ട എന്ന് തന്നെയാണ് തമ്പുരാൻ നമ്മളെ പഠിപ്പിക്കുന്നത്. അതാണ് സ്വർഗീയ സന്ദേശം, ക്രിസ്തുമസിനോട് സന്ദേശം. ഭയപ്പെടേണ്ട, ഒന്നിലും നീ ഭയപ്പെടേണ്ട, ദൈവത്തിൽ ആശ്രയിക്കുക. ഭയപ്പെടേണ്ട, ദൈവത്തിൽ വിശ്വസിക്കുക മാത്രം ചെയ്യുക. ഭയപ്പെടേണ്ട, കാറ്റും കോളും വരുമ്പോഴും കർത്താവ് കൂടെയുണ്ട്. ഭയപ്പെടേണ്ട, നിൻ്റെ ജീവിതത്തിലെ തകർന്നു പോകുന്ന നിമിഷങ്ങളിലേക്ക് കർത്താവ് കടന്നു വരും. പ്രിയപ്പെട്ടവർ, രണ്ടാമത്തെ സന്ദേശം ഈ ദൂതന്മാർ ഈ ആട്ടിടയന്മാർക്ക് നൽകുന്നത്, അതാണ് ക്രിസ്മസിൻ്റെ പ്രധാനപ്പെട്ട മറ്റൊരു സന്ദേശം. സകല ജനത്തിനും വേണ്ടിയുള്ള സന്തോഷത്തിൻ്റെ സദ്വാർത്ത ഞാൻ നിങ്ങളെ അറിയിക്കുന്നു. സകല ജനത്തിനും വേണ്ടിയുള്ള സന്തോഷത്തിൻ്റെ സദ്വാർത്ത. അതെന്താണ് ആ സദ്വാർത്ത? ദാവീദിൻ്റെ പട്ടണത്തിൽ നിങ്ങൾക്കായി ഒരു രക്ഷകൻ, കർത്താവായ ക്രിസ്തു ഇന്ന് ജനിച്ചിരിക്കുന്നു. ഇതാണ് സദ്വാർത്ത, ഇതാണ് സുവിശേഷം, ഇതാണ് നല്ല വാർത്ത, ഇതാണ് ക്രിസ്മസിൻ്റെ ഏറ്റവും വലിയ സന്ദേശം. അതായത് ദാവീദിൻ്റെ പട്ടണത്തിൽ നിങ്ങൾക്കായി ഒരു രക്ഷകൻ, കർത്താവായ ക്രിസ്തു ജനിച്ചിരിക്കുന്നു. അതായത് പ്രിയപ്പെട്ടവരെ, കർത്താവ് ആരാണ്? കർത്താവ് സൃഷ്ടിക്കുന്നവനാണ്. കർത്താവ് കർമ്മം ചെയ്യുന്നവനാണ്. കർത്താവായ ക്രിസ്തു എന്ന് പറയുന്നത് അഭിഷിക്തനാണ്. അഭിഷിക്തനായ ക്രിസ്തു ഈ ഭൂമിയിൽ ജനിച്ചിരിക്കുന്നു. അതായത് നിൻ്റെ ജീവിതത്തിലെ സദ്വാർത്തയല്ലാത്ത മോശമായ വാർത്തകൾ, മോശമായ കാര്യങ്ങൾ, മോശമായ ജീവിത വഴികളിലേക്ക് ഒക്കെ ഈ ദൈവം സ്വർഗം ഒരു സന്ദേശം നൽകുകയാണ്. ആ സന്ദേശം ഇതാണ്: ഒരു രക്ഷകൻ നിനക്കായിട്ട് പറഞ്ഞിട്ടുണ്ട്. ദാവീദിൻ്റെ പട്ടണത്തിൽ ഒരു രക്ഷകൻ പറഞ്ഞിട്ടുണ്ട്. അതിന് വലിയ അർത്ഥമുണ്ട് പ്രിയപ്പെട്ടവരെ. കാരണം ഇസ്രായേലിൻ്റെ ആദ്യത്തെ രാജാവായ സാവൂള് ദൈവത്തിൻ്റെ മുമ്പിൽ അനഭിമതനായി മാറിയപ്പോൾ ദൈവം ഇസ്രായേൽ ജനത്തിന് കൊടുക്കുന്ന രണ്ടാമത്തെ രാജാവാണ് ദാവീദ് രാജാവ്. സാവൂള് വീരശൂര പരാക്രമിയായിരുന്നു. സാവൂള് അനേകം ഇസ്രായേലിൻ്റെ ശത്രുക്കളെയൊക്കെ തുരത്തി ഓടിക്കുകയും ഇസ്രായേലിന് സ്വന്തമായിട്ട് രാജ്യം സ്ഥാപിച്ച് നൽകുകയും ഒക്കെ ചെയ്ത വളരെ ശക്തനായ ഭരണാധികാരിയായിരുന്നു. എന്നാൽ ദാവീദ് അതിനേക്കാൾ ശക്തനായിരുന്നു. ദാവീദ് സാവൂളിനേക്കാൾ ശക്തനായ ഭരണാധികാരിയായിരുന്നു. ദാവീദിൻ്റെ പട്ടണത്തിൽ ഒരു രക്ഷകൻ എന്ന് പറയുമ്പോൾ ദാവീദ് ഒന്നുമില്ലാത്തവനായി ജനിച്ച ആളാണ്. ദാവീദ് ജസ്സയുടെ കുടുംബത്തിൽ, ജസ്സയുടെ മക്കളിൽ ഒരുവനായി മാത്രം ഗണിക്കപ്പെട്ട ഒരു ആട്ടിടയ ബാലന് ജനിക്കപ്പെട്ട ആട്ടിടയ കുടുംബത്തിന് ജനിച്ച മകനാണ് ദാവീദ് എന്ന് പറയുന്നത്. ഈ ദാവീദിനെ ചെറുപ്രായത്തിൽ തന്നെ സാമുവേൽ അഭിഷേകം ചെയ്ത് ഉയർത്തി. ആ അഭിഷേകത്തിലാണ് ഈ സാമുവേൽ വളർന്നു വരുന്നത്. ആ അഭിഷേകമാണ് അവനെ വേറൊരു വ്യക്തിയാക്കി മാറ്റിയത്. കുഞ്ഞു പ്രായത്തിൽ തന്നെ സാമുവേൽ ജസ്സയെ തേടി വരികയും ജസ്സയുടെ ഭവനത്തെ തേടി വരികയും ജസ്സയുടെ മക്കളിൽ മറ്റെല്ലാവരെയും മാറ്റി നിർത്തിയിട്ട് അവരിൽ ഏറ്റവും ചെറുപ്പമായിരുന്ന ഈ ദാവീദിനെ അഭിഷേകം ചെയ്യുകയും ആ അഭിഷേകത്തോടുകൂടി അവൻ ശക്തി ആർജിക്കുകയും ഗോലിയാത്ത് എന്ന് പറയുന്ന ഭീമാകാരനായ ഇസ്രായേൽക്കാരുടെ ഏറ്റവും വലിയ ശത്രുവായ ഫിലിസ്ത്യരുടെ സേനാ ഗണത്തിൽപ്പെട്ട ഗോലിയാത്തിനെ നിഷ്കരുണം വധിക്കുകയും ചെയ്ത് അങ്ങനെ ഇസ്രായേൽക്കാരുടെ മുമ്പിൽ പേരും പ്രശസ്തിയും നേടിയെടുത്ത വ്യക്തിയാണ് ദാവീദ്. കൊച്ചു കമണ കൊണ്ട്, ആ ചെറു കല്ലുകൾ കൊണ്ട് ഗോലിയാത്തിനെ തകർത്ത ദാവീദിനെ ഇസ്രായേൽക്കാർക്ക് മുഴുവൻ അറിയാം. കാരണം അവൻ ആട്ടിടയന്മാരുടെ പ്രതീകമാണ്. ആട്ടിടയന്മാരിൽ നിന്നും ഉയർന്നപ്പെട്ടവരുടെ പ്രതീകമാണ്. തന്നെയുമല്ല, ഇസ്രായേലിനെ ശത്രുക്കളിൽ നിന്നും സംരക്ഷിക്കുവാൻ ഒരു കോട്ട പോലെ ഉയർന്നുന്ന വ്യക്തിയാണ് ദാവീദ്. ദൈവത്തിൻ്റെ അഭിഷേകം അവൻ്റെ കൂടെ ഉണ്ടായിരുന്നത് കൊണ്ട് പല യുദ്ധങ്ങളിലും ശത്രു രാജ്യങ്ങൾ ഇസ്രായേലിനെ കീഴ്പ്പെടുത്താൻ വരുമ്പോൾ ആ ശത്രു രാജ്യങ്ങളെ കീഴ്പ്പെടുത്തുവാനും അതിനെ പരാജയപ്പെടുത്തുവാനും വിജയത്തിലേക്ക് രാജ്യത്തെ എത്തിക്കുവാനും സാധിച്ച വ്യക്തിയാണ് ദാവീദ്. ഇസ്രായേലിൻ്റെ ചരിത്രത്തിലെ ഒരിക്കലും മറക്കാനാവാത്ത വ്യക്തിയാണ് ദാവീദ്. മോശ കഴിഞ്ഞാൽ അവരേറ്റവും അധികം ഓർമ്മിക്കുന്നത് ദാവീദിനെയാണ്.
കാരണം മോശ നിയമം നൽകിയെങ്കിൽ ദാവീദ് അവർക്ക് ദൈവത്തിൻ്റെ രാജ്യം, ഇസ്രായേലിന് സ്വന്തമായ രാജ്യം നൽകിയ വ്യക്തിയാണ്. ഈ ദാവീദിൻ്റെ വംശത്തിൽ ജനിച്ചവനെന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം രാജ്യം പുനഃസ്ഥാപിച്ച് നൽകാനായിട്ട് ജനിച്ചവൻ, അതായത് സംരക്ഷണം നൽകാനായിട്ട് ജനിച്ചവൻ, കർത്താവിൻ്റെ അഭിഷിക്തൻ. അതുതന്നെയാണ് മാലാഖ പറയുന്ന വാക്ക് ക്രിസ്തു, കർത്താവായ ക്രിസ്തു, അഭിഷിക്തൻ. ക്രിസ്തു എന്ന വാക്കിനർത്ഥം അഭിഷിക്തൻ എന്നാണ്. അഭിഷിക്തൻ ജനിച്ചിരിക്കുന്നു. അതായത് ദാവീദിനെ പോലെ തന്നെ അഭിഷേകമുള്ള, ദാവീദിനെ പോലെ നിന്നെ സംരക്ഷിക്കുവാനും ദാവീദിനെ പോലെ ഇസ്രായേലിന് നഷ്ടപ്പെട്ടു പോയ മഹത്വം തിരിച്ചു നൽകാൻ കഴിവുള്ളവനുമായവൻ, ദാവീദിനെ പോലെ നിന്റെ ശത്രുവിനെ തോൽപ്പിക്കാൻ കഴിവുള്ളവൻ, ദാവീദിനെ പോലെ നിനക്കെതിരെ വരുന്ന ശത്രുക്കളെ യുദ്ധം ചെയ്ത് തിരിച്ചോടിക്കുവാൻ കഴിവുള്ളവൻ, ദാവീദിനെ പോലെ ദൈവത്തിൽ വിശ്വസിക്കുന്നവൻ, ദാവീദിനെ പോലെ ദൈവത്തെ ആരാധിക്കുന്നവൻ, ദാവീദിനെ പോലെ ദൈവത്തെ സ്നേഹിക്കുന്നവൻ, ദൈവത്താൽ സ്നേഹിക്കപ്പെട്ടവൻ. അങ്ങനെയാണല്ലോ ദാവീദിനെ കുറിച്ച് പറയുന്നത്. കർത്താവിന് ഹൃദയത്തിന് ഇണങ്ങിയവൻ, ദൈവത്തിൻ്റെ ഹൃദയത്തിന് ഇണങ്ങിയവൻ. പ്രിയപ്പെട്ടവരെ, അങ്ങനെ ദാവീദിനെ കുറിച്ച് പറഞ്ഞിട്ട് ഈശോയെ പരിചയപ്പെടുത്തുമ്പോൾ ഇസ്രായേൽക്കാരുടെ മനസ്സിലൂടെ, അല്ലെങ്കിൽ ഈ ആട്ടിടയന്മാരുടെ മനസ്സിലൂടെ കടന്നു പോകുന്ന സത്യം ഇതാണ്: ഞങ്ങളെ സംരക്ഷിക്കുവാൻ, ഞങ്ങളെ സഹായിക്കുവാൻ, ഞങ്ങളെ ഉയർത്തുവാൻ, ഞങ്ങളുടെ ജീവിതത്തിൽ എല്ലാ കാര്യങ്ങളിലും ഞങ്ങൾ ഇടപെടുവാൻ പറ്റിയ സഹായകനാണ് കടന്നു വരുന്നത്, രക്ഷകനാണ് കടന്നു വരുന്നത്. ദാവീദ് എപ്രകാരം ഇസ്രായേലിൻ്റെ രക്ഷകനായി മാറിയോ അതുപോലെ രക്ഷകനായി മാറുന്ന രക്ഷകനാണ് കടന്നു വരുന്നതെന്ന് പ്രതീക്ഷിച്ചുകൊണ്ടാണ് അവർ പോകുന്നത്. പ്രിയപ്പെട്ടവർ, നമ്മുടെ ജീവിതത്തിലേക്ക് നമുക്കൊന്ന് കടന്നു പോകാം. യേശു ആരാണ്? നമുക്ക് പുൽത്തൊഴുത്തിൽ പറഞ്ഞ ഈശോ ആരാണ്? മറിയത്തിൻ്റെയും യൗസേപ്പിൻ്റെയും മകൻ മാത്രമാണോ? അതോ ദൈവത്തിൻ്റെ പുത്രനാണ്, ജീവിക്കുന്ന ദൈവത്തിൻ്റെ പുത്രനായ മിശിഹായാണോ? നമ്മളെ രക്ഷിക്കുവാൻ കടന്നു വന്ന രക്ഷകനാണോ? അതോ ചരിത്രത്തിൽ മാത്രം അവശേഷിക്കുന്ന, ചരിത്രത്തെ രണ്ടായിട്ട് പകുത്ത, AD എന്നും BC എന്നും രണ്ടായിട്ട് പകുത്ത വ്യക്തി മാത്രമാണോ? ഒരു ചരിത്രപുരുഷൻ മാത്രമാണോ ക്രിസ്തു? അല്ല. എൻ്റെ പ്രിയപ്പെട്ടവരെ, നമുക്ക് ഓരോരുത്തർക്കും, ക്രിസ്മസ് ആഘോഷിക്കുന്ന ഓരോരുത്തർക്കും യേശു ക്രിസ്തു എന്ന് പറയുന്ന വ്യക്തി വെറും ചരിത്രപുരുഷനല്ല, പിന്നെയോ അവൻ രക്ഷകനാണ്. അതായത് എന്തിൽ നിന്നൊക്കെ രക്ഷിക്കുന്ന വ്യക്തി? നിന്റെ പാപങ്ങളിൽ നിന്നും, പ്രധാനവുമായി പാപങ്ങളിൽ നിന്നും രക്ഷിക്കുന്ന വ്യക്തി, പാപത്തിൻ്റെ കുറ്റബോധവും വരെ നടക്കുന്ന ജീവിതങ്ങളെ വീണ്ടെടുക്കുന്ന വ്യക്തി. മത്തായിയുടെ സുവിശേഷം നമ്മൾ വായിക്കുന്നുണ്ടല്ലോ. മത്തായിയുടെ സുവിശേഷത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്, 2-ാമത്തെ അധ്യായം, യൗസേപ്പിൻ്റെ സ്വപ്നത്തിൽ വന്ന ദൂതൻ പറയുന്ന കാര്യം, അവൻ അവരെ തങ്ങളുടെ പാപങ്ങളിൽ നിന്നും രക്ഷിക്കുന്നു. അതായത് പാപങ്ങളിൽ നിന്ന് രക്ഷിക്കാൻ കടന്നു വന്നവൻ, നിന്റെ രോഗങ്ങളിൽ നിന്ന് രക്ഷിക്കാൻ കടന്നു വന്നവൻ, നിന്റെ തകർച്ചയിൽ നിന്നെ ഉയർത്താൻ കഴിവുള്ളവൻ, നിന്റെ ബന്ധനങ്ങൾ അഴിക്കാൻ കഴിവുള്ളവൻ, നിന്റെ കെട്ടുകൾ പൊട്ടിക്കാൻ കഴിവുള്ളവൻ, നിനക്ക് അഭിഷേകം നൽകാൻ കഴിവുള്ളവൻ. അതായത് യേശു എന്ന രക്ഷകൻ. പ്രിയപ്പെട്ടവരെ, ഭൗതികമായ രാജാവ് മാത്രമല്ല, ദാവീദ് എന്ന് പറയുന്ന അഭിഷിക്തന് ഭൗതിക കാര്യങ്ങൾ ഒരുപാട് ചെയ്യാൻ പറ്റിയെങ്കിൽ യഥാർത്ഥ രാജാവായ യേശു എന്ന പുൽക്കൂട്ടിൽ പിറന്ന, ബത്ലഹേമിൽ പിറന്ന രക്ഷകൻ ഭൗതിക കാര്യങ്ങളിലെ മാത്രമുടയവനല്ല. ഭൗതിക കാര്യങ്ങളെക്കാൾ ഉപരിയായിട്ട് ആത്മീയ കാര്യങ്ങളിലും, അതുപോലെ തന്നെ നിൻ്റെ ജീവിതത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ആത്മീയ കാര്യങ്ങളുടെ ഉടയവനാണ്. അതായത് നിന്നെ സ്വർഗത്തിലേക്ക് എത്തിക്കാനായിട്ട് കഴിവുള്ളവൻ, നിന്നെ ഈ ഭൂമിയിൽ കടത്തുന്നവനല്ല, ഈ ഭൂമിയിലെ അനുഗ്രഹങ്ങൾ നൽകുന്നവനല്ല, പിന്നെയോ നിന്നെ സ്വർഗത്തിലേക്ക് ഉയർത്തിക്കൊണ്ടുപോകുന്ന, നിൻ്റെ ആത്മാവിനെ സ്വർഗത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോകുന്ന രക്ഷകനാണ് ഈ യേശു എന്ന രക്ഷകൻ. എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മൾ ക്രിസ്മസ് ആഘോഷിക്കുമ്പോൾ നമുക്കൊരിക്കൽ കൂടി ഒരുങ്ങാം, ഈ രക്ഷകനെ വരവേൽക്കാൻ ഒരുങ്ങാം. ആരാണ് എൻ്റെ രക്ഷകൻ? യേശു ക്രിസ്തുവാണ് എൻ്റെ രക്ഷകൻ. ക്രിസ്തുവാണ് എൻ്റെ രക്ഷകൻ. എന്നെ പാപങ്ങളിൽ നിന്നും വിടുവിക്കുന്നവൻ, എന്നെ രോഗങ്ങളിൽ നിന്നും സുഖമാക്കുന്നവൻ, എനിക്ക് ജീവൻ നൽകുന്നവൻ, എന്നെ ഈ ഭൂമിയിലേക്ക് അയച്ചവൻ, ഈ ഭൂമി കാണുവാനും യേശുവിൻ്റെ രക്ഷാകര പ്രവൃത്തി എന്തെന്ന് മനസ്സിലാക്കുവാനും എനിക്ക് അനുഗ്രഹം നൽകി, എനിക്ക് അനുവാദം നൽകി ഈ ഭൂമിയിലേക്ക് എന്നെ വിട്ടവൻ. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഈ ക്രിസ്മസ് ആഘോഷിക്കുമ്പോൾ യഥാർത്ഥ രക്ഷകനെ നമുക്ക് കാണാൻ സാധിക്കട്ടെ. യഥാർത്ഥ രക്ഷയിലേക്ക് നമ്മൾ കടന്നു വരട്ടെ. യഥാർത്ഥ രക്ഷയിലേക്ക് മറ്റുള്ളവരെ നയിക്കാൻ നമുക്ക് സാധിക്കട്ടെ. ഈ ദൂതന്മാർ ആട്ടിടയന്മാരോട് പറഞ്ഞ കാര്യങ്ങളൊക്കെ അവർ വിശ്വസിച്ചു, അവർ പോയി, അവർ കണ്ടു, അവർ ആ രക്ഷകനെ കണ്ടു. പിള്ളക്കച്ചയിൽ പൊതിഞ്ഞു കിടത്തിയിരിക്കുന്ന രക്ഷകൻ, അതായിരുന്നു അടയാളം. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഇന്നും നമുക്ക് കാണാൻ സാധിക്കും, യേശു ക്രിസ്തുവിനെ കാണാനായിട്ട് നമ്മൾ പോകണമെങ്കിൽ ഈ ആട്ടിടയന്മാരെ പോലെ നമ്മൾ പുറപ്പെടണം, നമ്മൾ എളിമപ്പെടണം, നമ്മൾ താഴണം. എങ്കിൽ യേശു ക്രിസ്തുവിനെ നമുക്ക് കാണാൻ സാധിക്കും. ക്രിസ്മസിന് വേണ്ടി വീണ്ടും ഒരുങ്ങുമ്പോൾ നമുക്ക് നമ്മളെ തന്നെ എളിമപ്പെടുത്താം. ആദ്യമായി മാലാഖമാരുടെ വാക്ക് കേട്ട് ഈ ബത്ലഹേമിലേക്ക് പോയ ആട്ടിടയന്മാരെ പോലെ നമ്മുടെ രക്ഷകനെ തേടി, നമ്മുടെ ഇടയനെ തേടി, നമ്മുടെ
ദൈവത്തെ തേടി നമുക്ക് പുൽക്കൂടുകളിലേക്ക് യാത്രയാകാം. നമ്മുടെ കുറവുകളെ ഓർത്ത് നമുക്ക് അനുതപിക്കാം. നമ്മുടെ ഹൃദയങ്ങളിലേക്ക് യേശു വന്ന് പറക്കട്ടെ. പുൽത്തൊഴുത്ത് പോലെ ശാന്തിയും സമാധാനമുള്ള സ്ഥലമാക്കി നമ്മുടെ ഹൃദയങ്ങളെ മാറ്റാം. നമ്മുടെ ഹൃദയങ്ങളിൽ യേശു വന്ന് പറക്കട്ടെ. അതിനായി നമുക്ക് പ്രത്യേകമായി പ്രാർത്ഥിക്കാം. പൂർണ്ണ മനസ്സോടും പൂർണ്ണ ഹൃദയമോടും പൂർണ്ണാത്മാവോടും ഈശോയെ അങ്ങേ ഞാൻ സ്നേഹിക്കുന്നു. പ്രിയമുള്ളവരെ, നമ്മൾ വചനത്തിലൂടെ കേട്ട അതേ ദൈവം, അതേ രക്ഷകൻ ഇതാ നമ്മുടെ മുമ്പിൽ വിശുദ്ധ കുർബാനയിൽ സന്നിഹിതനായിരിക്കുന്നു. വിശുദ്ധ കുർബാനയിൽ ഈശോയെ നമുക്ക് ആരാധിക്കാം. വിശുദ്ധ കുർബാനയിൽ ഈശോയെ നമുക്ക് സ്തുതിക്കാം. ദൈവത്തിൻ്റെ ഈ ഭൂമിയിലെ സാന്നിധ്യമാണ് ഈ വിശുദ്ധ കുർബാന. കർത്താവേ, ഞങ്ങളോട് കരുണ കാണിക്കണമേ എന്ന് അപേക്ഷിച്ച അന്ധനായ ബർത്തേമിയോസിന് കാഴ്ച കൊടുത്ത കർത്താവേ, അങ്ങയ്ക്ക് മനസ്സുണ്ടെങ്കിൽ എന്നെ ശുദ്ധനാക്കാൻ സാധിക്കുമെന്ന് അരുളി ചെയ്ത ആ കുഷ്ഠരോഗിയെ സുഖപ്പെടുത്തിയ കർത്താവ് ഇതാ നമ്മുടെ മുമ്പിലേക്ക് കടന്നു വന്നിരിക്കുന്നു. എല്ലാവരും വിശുദ്ധ കുർബാനയിൽ ഈശോയെ നോക്കട്ടെ. ഇതാണ് സ്വർഗം വിട്ട് ഭൂമിയിലേക്ക് ഇറങ്ങി വന്ന ഈ ലോകത്തിൻ്റെ രക്ഷകൻ. നമ്മൾ വായിച്ചു, വചനത്തിലൂടെ കേട്ടു. ഈശോ പറയുന്ന കാര്യം, ഭയപ്പെടേണ്ട, നിങ്ങളുടെ ഭയം എടുത്തു മാറ്റുന്നവൻ ഇതാ നമ്മുടെ മുമ്പിൽ വിശുദ്ധ കുർബാനയായി നമ്മുടെ കൂടെ ഇരിക്കുന്നു. ലോകത്തിൻ്റെ രക്ഷകൻ, ദാവീദിൻ്റെ പട്ടണത്തിൽ നിങ്ങൾക്കായി പിറന്ന രക്ഷകൻ കർത്താവായ ക്രിസ്തു ഇതാ നമ്മുടെ മുൻപിൽ. ഈ വിശുദ്ധ കുർബാനയെ ആരാധിക്കാം. ദാവീദിൻ്റെ പുത്രനായ ഈശോയ്ക്ക് സ്തുതിഗീതികൾ ആലപിക്കാം. ഈ ക്രിസ്മസ് ദിവസം നമ്മുടെ ജീവിതത്തെ കർത്താവിന് മുമ്പിലേക്ക് സമർപ്പിക്കാം. തങ്ങളെ തന്നെ എളിമപ്പെടുത്തിയവർക്കാണ് കർത്താവിനെ കാണാൻ സാധിച്ചത്. ഒരുപക്ഷെ നമ്മുടെ ജീവിതം കൊണ്ട്, സാമ്പത്തികം കൊണ്ട്, രോഗാവസ്ഥ കൊണ്ട്, നമ്മുടെ അധപ്പതിച്ച അവസ്ഥ കൊണ്ട് ഒരുപാട് എളിമയുടെ ആഴങ്ങളിൽ നിൽക്കുന്നവരായിരിക്കും നമ്മൾ. ഒരു നിമിഷം കർത്താവിനെ വിളിച്ച് പ്രാർത്ഥിക്കാം. ഈശോ തന്നെ കാണുവാൻ ആദ്യമായി അനുവാദം കൊടുക്കുന്നത് ആട്ടിടയന്മാർക്കാണ്. തങ്ങളെ തന്നെ എളിമപ്പെടുത്തിയവർക്ക്, ഒന്നുമില്ലാത്തവർക്ക്, സമൂഹത്തിൽ അവഗണിക്കപ്പെട്ട വ്യക്തിയാണോ നീ? മറ്റുള്ളവരാൽ വെറുക്കപ്പെട്ട വ്യക്തിയാണോ നീ? ഉപേക്ഷിക്കപ്പെട്ട വ്യക്തിയാണോ നീ? കർത്താവിൻ്റെ മുമ്പിലേക്ക് തിരിയുക. നിനക്കായിട്ടാണ് രക്ഷകൻ പറഞ്ഞിരിക്കുന്നത്. ഭയപ്പെടേണ്ട. ഭയത്തിൻ്റെ താഴ്വരയിൽ കൂടെയാണ് നീ നടക്കുന്നത്. അന്ധകാരത്തിൻ്റെ താഴ്വരയിലൂടെയാണ് നീ നടക്കുന്നത്. നിനക്കുള്ള പ്രകാശമാണ് ഇതാ ഈ വിശുദ്ധ കുർബാനയിൽ കടന്നു വന്നിരിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ അവസ്ഥകളെല്ലാം ഈശോയുടെ മുമ്പിലേക്ക് സമർപ്പിച്ചുകൊണ്ട് പുൽത്തൊഴുത്തിൽ പിറന്ന ഉണ്ണിമിശിഹായെ നമുക്ക് ആരാധിക്കാം. മാലാഖമാരോട് ചേർന്ന് ദൈവത്തെ ആരാധിക്കാം. അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വം, ഭൂമിയിൽ സന്മനസ്സുള്ളവർക്ക് സമാധാനമെന്ന് പറഞ്ഞ് സ്തുതിക്കുന്ന മാലാഖമാരോട് ചേർന്ന് ദൈവത്തെ നമുക്ക് സ്തുതിക്കാം. നിങ്ങൾ ആയിരിക്കുന്ന സ്ഥലത്ത് ആയിരുന്നു കൊണ്ട് ഒരു നിമിഷം കണ്ണുകളടച്ച് ദൈവത്തെ സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. സ്തുതിച്ച് പ്രാർത്ഥിക്കട്ടെ. കർത്താവേ, ഇപ്പോൾ ഈ മക്കളുടെ മനസ്സിൻ്റെ ഭാരങ്ങൾ മാറിപ്പോകട്ടെ. ഈ മക്കളുടെ മനസ്സിൻ്റെ വലിയ ബന്ധനങ്ങൾ അഴിഞ്ഞു പോകട്ടെ. ഇവരുടെ കുടുംബത്തെ ബാധിച്ചിരിക്കുന്ന വലിയ പ്രശ്നങ്ങൾ മാറിപ്പോകട്ടെ. രോഗങ്ങൾക്ക് സൗഖ്യം സംഭവിക്കട്ടെ. വലിയ അന്ധകാര ശക്തികൾ മാറിപ്പോകട്ടെ. വലിയ തടസ്സങ്ങൾ മാറിപ്പോകട്ടെ. കർത്താവേ, കൃപയൊഴുക്കണമേ. വലിയ അനുഗ്രഹത്തിലേക്ക് മക്കളെ നയിക്കണമേ. ഇവരുടെ കുടുംബങ്ങളെ നയിക്കണമേ. കർത്താവെ, നാളുകളായി പ്രാർത്ഥിക്കുന്ന ചില മേഖലകളിൽ കർത്താവ് വിടുതൽ നൽകണമേ. അത്ഭുതകരമായി അങ്ങ് പ്രവർത്തിക്കുന്നതിൻ്റെ സാക്ഷ്യം മറ്റുള്ളവർക്ക് മുമ്പിൽ നൽകുവാൻ തക്ക വിധത്തിൽ ഈ മക്കളെ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈശോയെ, കൃപയൊഴുക്കണമേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഒരു നിമിഷം ഇരു കരങ്ങളും ഹൃദയത്തോട് ചേർത്ത് വെച്ച് ആഗ്രഹത്തോടെ നമുക്ക് പ്രാർത്ഥിക്കാം. മാലാഖമാർ പാടിയ പാട്ട്, ഉണ്ണീശോ ഈ ഭൂമിയിൽ ജാതനായപ്പോൾ പാടിയ പാട്ടിതാണ്. അത്യുന്നതങ്ങളിൽ ദൈവത്തിൻ്റെ മഹത്വം, ഭൂമിയിൽ സന്മനസ്സുള്ളവർക്ക് സമാധാനം നഷ്ടപ്പെട്ടു പോയ അവസ്ഥകളെ ഓർത്ത് കർത്താവിൻ്റെ മുമ്പിലേക്ക് നമുക്ക് കടന്നു വരാം. ഈശോ, എനിക്ക് സമാധാനം നൽകണമേ. മക്കളെക്കുറിച്ച് സമാധാനമില്ലാത്ത അവസ്ഥകൾ, ജീവിത പങ്കാളിയെക്കുറിച്ച് ഓർത്ത് സമാധാനമില്ലാത്ത അവസ്ഥകൾ, ഒരുപക്ഷെ ഭാവി ജീവിതത്തെക്കുറിച്ച് ഓർക്കുമ്പോൾ സമാധാനമില്ലാത്ത അവസ്ഥകൾ ഈശോയുടെ മുമ്പിലേക്ക് കൊടുക്കുക. സന്മനസ്സുള്ളവർക്ക് സമാധാനമുണ്ടെന്ന് മാലാഖമാർ വാഗ്ദാനം ചെയ്ത ഈ ഭൂമിയിലെ രക്ഷകൻ്റെ മുമ്പിലാണ് നമ്മൾ നിൽക്കുന്നത്. എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മൾ വചനം കേട്ടവരാണ്. നമ്മുടെ ജീവിതത്തിൽ കർത്താവ് പ്രവർത്തിക്കും.
സമാധാനത്തിൻ്റെ ദൂതൻ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരട്ടെ. ആഗ്രഹത്തോടെ പ്രാർത്ഥിച്ച് എനിക്ക് സമാധാനം നൽകണമേ, സന്തോഷം നൽകണമേ. ഈശോയെ, ഞാനിന്ന് കടന്നു പോകുന്ന എരുതിയിലൂടെ കടന്നു പോകുമ്പോൾ സമാധാനം എനിക്ക് നൽകണമേ. താമ എൻ്റെ പ്രശ്നങ്ങളിലേക്ക് നീ കടന്നു വരണമേ, എൻ്റെ വേദനകളിലേക്ക് നീ കടന്നു വരണമേ, എൻ്റെ രോഗങ്ങളിലേക്ക് നീ കടന്നു വരണമേ. എന്നെ സഹായിക്കണമേ കർത്താവേ. മറ്റാർക്കും എന്നെ സഹായിക്കാനാവില്ല കർത്താവേ, നിനക്ക് മാത്രമേ എന്നെ സഹായിക്കാനാവൂ. എന്നെ രക്ഷിക്കണമേ കർത്താവേ, എന്നെ രക്ഷിക്കണമേ കർത്താവേ. ഞങ്ങൾ അങ്ങയുടെ മുമ്പിൽ അപേക്ഷിക്കുന്നു കർത്താവേ. ഇടപെടണമേ, ഇടപെടണമേ. വലിയ കെട്ടുകളും ബന്ധനങ്ങളും അഴിക്കണമേ. ഈശോയെ, മറ്റുള്ളവർക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ കുടുംബങ്ങളിലുള്ള ഞങ്ങളുടെ സഹോദരങ്ങൾ, ജീവിത പങ്കാളി, മക്കൾ, കുടുംബാംഗങ്ങൾ, അകലങ്ങളിലായിരിക്കുന്നവർ, ഭൗതിക ആവശ്യങ്ങൾ ഒക്കെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ജോലിയുടെ തടസ്സങ്ങൾ, വിവാഹ തടസ്സങ്ങൾ, കുഞ്ഞുങ്ങളുണ്ടാകാനുള്ള തടസ്സങ്ങൾ, ഈ മേഖലയിലൊക്കെ കർത്താവ് പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് ഈശോയെ, അങ്ങയുടെ ജനന തിരുനാൾ ഞങ്ങൾ ആഘോഷിക്കുമ്പോൾ വലിയ തടസ്സങ്ങൾ എടുത്തു മാറ്റണമേ. മക്കളില്ലാത്ത ദമ്പതികളെ പ്രത്യേകമായി സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഈശോയെ, ഇടപെടണമേ. ആഗ്രഹത്തോടെ പ്രാർത്ഥിക്കട്ടെ. പ്രിയപ്പെട്ടവരെ, വിശുദ്ധ കുർബാനയിൽ ഈശോയുടെ ആശീർവാദം നമ്മൾ സ്വീകരിക്കുന്ന സമയം നമ്മുടെ കുറവുകളെ കന്നുകാലിത്തൊഴുത്തിലേക്ക്, പുൽക്കൂട്ടിലേക്ക് ഉയർത്തിപ്പിടിച്ചുകൊണ്ട് കർത്താവേ ഞങ്ങളെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് ഈശോയുടെ ആശീർവാദം സ്വീകരിക്കാം. പരിശുദ്ധ പരമകാരുണ്യ